ഹായ് ഫ്രണ്ട്സ്, SMR ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ദം ബിരിയാണിയാണെന്ന് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് കുളമാകുമോ എന്നൊരു പേടി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കൻ പൊരിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് പെട്ടെന്ന് ബിരിയാണി ആക്കി മാറ്റി. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒന്നും നോക്കാതാണ്ട് ഏറ്റെടുത്തതാണ് കേട്ടോ. ഇത് ഉപ്മാവാകുമോ ബിരിയാണി ആകുമോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. അതിനായിട്ട് വലിയൊരു ചെമ്പെടുത്തിട്ട് കുറച്ച് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി. ഇനി വഴറ്റാഞ്ഞിട്ട് ബിരിയാണി ശരിയാവാണ്ടിരിക്കേണ്ട, കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്തു. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കുറച്ച് ഉള്ളതൊക്കെ വെച്ചിട്ടാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എങ്ങനെയായാലും ശരിയായാൽ മതിയായിരുന്നു. അതോ ഉപ്മാവാകുമോ എന്നറിയില്ല. എന്നിട്ട് കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. കൂടുതൽ മസാലകളൊന്നും ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ചിലവർ മല്ലിപ്പൊടിയൊക്കെ ഇടും തോന്നുന്നു. ഞാൻ അതിൽ മല്ലിപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടുണ്ട്. എങ്ങനെ ആയാലും കേടെന്നാലും നമ്മളല്ലേ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു സപ്പോർട്ടുള്ളതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാനിത് തുടങ്ങുന്നത് കേട്ടോ. ആദ്യം നെയ്ച്ചോറ് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ കറിക്കുള്ള രീതിയിലാണ് കേട്ടോ ചിക്കൻ വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസായതുകൊണ്ട് ഇത് ഉടഞ്ഞു പോകുമോ എന്നുള്ള ആ ഒരു പേടിയും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സത്യം പറഞ്ഞ വെള്ളം ചേർക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം എങ്ങാനും കൂടിപ്പോയി പായസമായാലോ എന്ന്. അപ്പോൾ പിന്നെ ബിരിയാണി ഉപ്മാവ് മാറിയിട്ട് പായസമായി പോവായിരുന്നു. എന്തായാലും അതൊക്കെ ഞാൻ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ എല്ലാം കൂടെ ചൂടാക്കി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മണക്കണ്ടി ഇരിക്കട്ടെ എന്ന്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അതിനായിട്ട് വലിയൊരു ചെമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ചോറ് വറ്റിച്ചെടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്, വാർത്തെടുക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ക്യാരറ്റും കറുവപ്പട്ടയും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ടെൻഷനാണ് കേട്ടോ. മുൾമുനയിൽ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഘട്ടത്തിലാണ് കേട്ടോ ഞാൻ. ഇത് എന്താവും എന്നറിയാഞ്ഞിട്ടുള്ള ആ ഒരു ടെൻഷൻ. എങ്ങനെ ആയാലും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെച്ച ചിക്കനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് RKG കൂടെ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ RKG റൈസും ഒക്കെ കൂടെ ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ദമ്മിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ഞാനിട്ട പേരാണ് ചിക്കൻ ദം ബിരിയാണി.